ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. 2026 ആദ്യ വെള്ളിയാഴ്ച എത്തുകയാണ്. ബോക്സ് ഓഫീസിലെ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളുമായി നമുക്ക് വരാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. കളങ്കാവൽ, വൃഷഭ, ബബബ, സർവമായ, ഹാൽ കൂടാതെ ജനനായകനും. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. മറക്കണ്ട സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ആ ഒരു കാര്യം. ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ ഡീറ്റെയിലേക്ക് വരാം. 1-ാം തീയതി, അതായത് ന്യൂ ഇയറിൻ്റെ ദിവസം, ഗംഭീരമായിട്ടൊരു കളക്ഷൻ കുതിപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. 201 ഷോകളിൽ നിന്ന് 4700ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. 7,53,000 രൂപയോളം കളക്ഷനായി വന്നിരിക്കുന്നു. അതായത് ഏകദേശം 15 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ 1-ാം തീയതിത്തെ കളക്ഷൻ. 2-ാം തീയതി ഈ ഒരു വെള്ളിയാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ വരികയാണ്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ സിനിമ നേടിയെത്തിയിരിക്കുകയാണ്. ഇത്ര വമ്പൻ റിലീസുകൾക്കിടയിൽ ഈ ഒരു കുഞ്ഞൻ ചിത്രം, ഷെയ്നികത്തിൻ്റെ ഈ ഒരു ചിത്രം വലിയ വിജയമായി മാറുകയാണ്. ജനനായകൻ, ദളപതി വിജയുടെ ഈ ഒരു ചിത്രം ഇറങ്ങാൻ ഇനിയും 8 ദിനങ്ങൾ പിന്നീട് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രീസെയിൽ കളക്ഷനിൽ റെക്കോർഡ് തൂക്കിയാണ്. കേരളത്തിൽ 1 കോടിയും കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നു. 1 കോടി 18 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുകയാണ്. കർണാടകത്തിൽ 2 കോടി 50 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു. മൊത്തമായി സിനിമയ്ക്ക് 17 കോടിക്ക് മുകളിലേക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണെങ്കിലും ഇനിയും വരുന്ന 8 ദിനങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഇൻഡസ്ട്രിയും ഭരിക്കാൻ പോകുന്ന ഒരേ ഒരാളായിരിക്കും, അത് വിജയ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി വരാം. ഏറ്റവും ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളിലൂടെ തന്നെയാണ് നിവിൻ പോളി ചിത്രം പോകുന്നത്. ഇതാ വരുന്ന ദിവസങ്ങളിൽ കൂടി വന്ന ഞായറാഴ്ച അതിനോടകം തന്നെ സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. വീണ്ടും ഒരു ഡബിൾ ഡിജിറ്റ് ഡേ വരുന്നു എന്നുള്ളതാണ്. 8 ദിവസം കൊണ്ട് 76 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. യാതൊരു അനക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയ രീതിയിലുള്ള പവറും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. പബ്ലിസിറ്റി ഒന്നും തന്നെ ഇല്ലാത്ത ലെവലിൽ ഇന്നും നമുക്ക് പ്രീസെയിലൂടെ 1 കോടി 25 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ചൊവ്വാഴ്ചയും സിനിമ 5 കോടിക്ക് മുകളിലേക്ക് പോവുകയാണ് ട്രാക്കിങ്ങിലെന്ന് ഉറപ്പിക്കാവുന്ന. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് നോക്കാം. ഇന്നലെ സിനിമയ്ക്ക് ഫൈനലായി വന്നത് 4,56,69,000 രൂപയായിരുന്നു ട്രാക്കിങ്ങിലൂടെ. അതായത് ഏകദേശം 4,80,00,000 രൂപ 1-ാം തീയതി സിനിമയ്ക്ക് വന്നു. കുതിച്ച് കയറ്റം എന്ന് തന്നെയാണ് പറയാനുള്ളത്. 2,75,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയുടേതായി ഇന്നലെയും വിറ്റുപോയത്. 31-ാം തീയതി ഒരു ഇടിവുണ്ടായിരുന്നു, നമുക്കറിയാം, എല്ലാവരും ന്യൂ ഇയർ ആഘോഷമായതുകൊണ്ട്. പക്ഷേ ഇവിടെ കുതിക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. 65% തിയേറ്റർ ഒക്യുപ്പൻസിയിൽ ഏകദേശം 1,600ഓളം ഷോകൾ, അതായത് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഷോ കൗണ്ടുകൾ കൂടുന്നു. GCC രാജ്യങ്ങളിലും ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. അതായത് ഒരു പക്ഷേ ഈ സിനിമ നിൽക്കാൻ പോകുന്നത് 200 അല്ലെങ്കിൽ 250 കോടിയിലായിരിക്കും എന്നുള്ളതാണ്. 100 കോടിയൊക്കെ സിമ്പിളായിട്ട്, അതായത് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സിനിമ 100 കോടി കടക്കുമെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാകുകയാണ്. അതായത് 80 കോടി കഴിയുന്നു ഈ ഒരു സിനിമ. ഇനിയും 100 കോടിയിലേക്ക് മാക്സിമം ഞായറാഴ്ച തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു സിനിമയെ ജനങ്ങൾ, അതായത് കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള ജനങ്ങളും വരവേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു രക്ഷയുമില്ലാത്ത തരത്തിലാണ് ഈ ഒരു, അതായത് നേരത്തെ ഒരു ടൈമിൽ നിവിൻ പോളിക്ക് ഒരു 100 കോടി നഷ്ടപ്പെട്ടിരുന്നു. അത് ഇവിടെ തിരിച്ചു പിടിക്കും. മോഹൻലാലിൻ്റെ തെലുങ്ക് ചിത്രം വൃഷഭയ്ക്ക് 8 ദിനങ്ങൾ പിന്നിട്ട് 9-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 8-ാം ദിനത്തിൽ സിനിമയ്ക്ക് ഇടിവ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. 53ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 1000-ൽ താഴെ ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,38,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. നാളെയും അല്ലെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ എന്ന് പറയാനില്ല, എന്നാലും 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വരും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 1 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് അത്ര തൃപ്തികരമായിട്ടുള്ള അപ്ഡേറ്റുകളൊന്നും തന്നെയല്ല. എന്നിരുന്നാലും ഈ ഒരു സിനിമ ആദ്യ ദിനം തന്നെ വാഷ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്ന് ഇത്ര ദിവസം എത്തിയത് തന്നെ വലിയ സംഭവമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ബബബ 16-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 15-ാം ദിനത്തിലും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷൻ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനായി 15-ാം ദിനവും വന്നത്. 500-നടുത്തുള്ള ഷോകൾ, 10,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. സിനിമ ട്രാക്കിങ്ങിലൂടെ 14,80,000 രൂപയോളം നേടാനും കഴിഞ്ഞു. സിനിമ 50 കോടി ക്ലബ്ബിൽ കയറുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കാത്തു വെക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും വന്നില്ല. ഒരു ന്യൂ ഇയർ ദിനത്തിൽ ഇതിനൊരു 50 കോടിയുടെ പോസ്റ്റർ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു, അത് കണ്ടില്ല. എന്താണെങ്കിലും മോഹൻലാലും ദിലീപും അരങ്ങുവാണ ഈ ഒരു ചിത്രം 50 കോടിക്ക് അടുത്ത് എത്തി നിൽക്കുന്നു. എന്താണെങ്കിലും വലിയ താമസമില്ലാതെ ഈ ഒരു സിനിമയുടെ 50 കോടി ഒഫീഷ്യൽ പോസ്റ്റർ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. സിനിമയ്ക്കും കൂടി വന്നാൽ ഒരു 2 ആഴ്ചയായിരിക്കാം മാക്സിമം ഇനിയുള്ള റണ്ണിങ്. അതിനോടകം തന്നെ ഈ സിനിമ മാറും. മാക്സിമം 9-ാം തീയതി
അതായത് വിജയുടെ ചിത്രങ്ങൾ ഇറങ്ങുന്ന ദിനങ്ങളിൽ മിക്ക സിനിമകളും ഇവിടുന്ന് മാറുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അതൊരു ഹെവി പോസിറ്റീവൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തന്നെ ഉണ്ടാവില്ല. അതിപ്പോൾ കേരള ബോക്സ് ഓഫീസ് ആണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന പ്രതിഭാസം അത് തന്നെയായിരിക്കും. എന്തായാലും ബബബ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഏകദേശം 14 ലക്ഷത്തോളം ആളുകൾ ഈ ഒരു സിനിമ കണ്ടതായി ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. ന്യൂ ഇയർ ദിനം മമ്മൂട്ടി ചിത്രവും അതിഗംഭീരമായി തന്നെ മിന്നിത്തിളങ്ങി നിന്നിരിക്കുന്നു. 109 ഷോകളിൽ നിന്ന് ഏകദേശം 4000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 6,15,000 രൂപയോളം ട്രാക്കിങ്ങിലൂടെ വന്നു. ഏകദേശം 12 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ഇന്നലെയും വന്നത്. ഇന്നും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെ വരുമെന്നുള്ളതാണ്. ഏറെക്കുറെ 8 ലക്ഷം രൂപയ്ക്ക് അടുത്തെത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനാണ്. ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്ന് 12-15 ലക്ഷം രൂപയോളം നേടുന്നു എന്നുള്ളതാണ്. അതായത് 5 ദിവസം കൊണ്ട് സിനിമ ഏറെക്കുറെ നമുക്ക് കാണാൻ കഴിയുന്നു 60-70 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നു എന്നുള്ളത്. ഇതിനോടകം തന്നെ 84 കോടി കടന്ന ചിത്രം ഇതാ 85 കോടി ഫിനിഷ് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ പറയാം. മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി 83 കോടി പുറത്തുവിട്ടിരുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ മികച്ച രീതിയിൽ തന്നെ പോകുന്നു. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട്